എന്ത് ചെയ്യണം എന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. അതായത് ട്രംപ് വിചാരിച്ചതൊന്നും അല്ല നടന്നത്. ട്രംപ് എന്തൊക്കെയോ വിചാരിച്ചു വച്ചിരുന്നു. അതായത് ഇന്ത്യ കാല് പിടിക്കാൻ വരും, അപ്പോൾ ലോകരാജ്യങ്ങളോടൊക്കെ അല്ലെങ്കിൽ ലോകത്തെ രാജ്യങ്ങളോട് പറയണം, കണ്ടല്ലോ ഇന്ത്യ നമ്മുടെ കാല് പിടിക്കാൻ വന്നത്, ഇതുപോലെയാണ് ഇനി നിനക്കൊക്കെ, ഞാൻ പറയുന്നത് പോലെ കേട്ടനുസരിച്ച് നിന്നില്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്ത്യ അവിടെ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്തു. നമുക്ക് പറ്റാത്തത് നോ എന്ന് തന്നെ പറഞ്ഞു പഠിക്കണം എന്നുള്ളത്, അതാര് എത്ര വലിയവനായാലും. അങ്ങനെ ട്രംപിൻ്റെ മുന്നിൽ ഇന്ത്യ നോ പറഞ്ഞു. താരിഫ് ഉയർത്തിക്കോ, അതിനെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളത്. ഇപ്പോൾ ട്രംപിൻ്റെ ഭയം മൊത്തവും ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെ ഒന്നിക്കുന്നതിൻ്റെ ഒരു അങ്കലാപ്പിലാണ്. ട്രംപിന് അത് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ്. അതായത് അധിക തീരുവയിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിച്ച അമേരിക്കൻ ഭീഷണിയെ നേരിടാൻ ചൈനയുമായി കൈകോർത്തിരിക്കുകയാണ് റഷ്യയും ഉത്തര കൊറിയയും. ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്നും ആർക്കും തങ്ങളെ തടയാൻ കഴിയില്ലെന്നുമാണ് സൈനിക ശക്തിയുടെ കരുത്ത് കാട്ടി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറയുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടി നൽകിയത് അങ്ങനെയാണ്. ഒരു ഭീഷണിക്കും തൽക്കാലം വഴങ്ങാൻ ഉദ്ദേശമില്ല, അണ്ണൻ ചെയ്യാനുള്ള ചെയ്തോ എന്നുള്ള മറുപടിയാണ് ഷീ ജിൻപിങ്ങിന് നൽകിയത്. ചൈന എപ്പോഴും മുന്നോട്ട് കുതിക്കുമെന്നും രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയം അനുസ്മരിക്കുന്നതിനായി സംഘടിപ്പിച്ച വിജയദിന പരേഡിലാണ് ഷീ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയയുടെ നേതാവ് കിം ജോങ് ഉന്നും അടക്കം 27 രാഷ്ട്രതലവന്മാർ പങ്കെടുത്ത ചടങ്ങിലാണ് വ്യക്തമായ സന്ദേശം ചൈന നൽകിയത്. US-നെതിരെ റഷ്യയും ഉത്തര കൊറിയയുമായി ചേർന്ന് ചൈന ഗൂഢാലോചന നടത്തുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അത്യാധുനിക ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡ് ചൈന സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ആരോപണം. US-ന് പരോക്ഷ മുന്നറിയിപ്പാണ് ചൈനീസ് പ്രസിഡന്റ് വാക്കുകളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് US ഉയർന്ന തീരുവ ചുമത്തിയതിനെ തുടർന്ന് ചൈനയും ഇന്ത്യയും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ഒരുങ്ങുകയാണ്. ചൈനീസ് ആയുധശക്തി വിളിച്ചോതുന്നതായിരുന്നു അവരുടെ കൂറ്റൻ പരേഡും. അത്യാധുനിക ആണവ മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങൾ പരേഡിന്റെ ഭാഗമായി സമീപകാലത്ത് ഏറ്റവും വലിയ സൈനിക പരേഡാണ് നടക്കുന്നത്. 10,000 സൈനികർ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെതിരെ നേടിയ വിജയം ആഘോഷിക്കാനാണ് പരേഡ് സംഘടിപ്പിക്കുന്നത്. വിദേശ അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ചൈനയെ സഹായിച്ച US-നെ ചൈനീസ് പ്രസിഡന്റ് പരാമർശിക്കുമോ എന്നതായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. യുദ്ധത്തിൽ നിരവധി അമേരിക്കക്കാർ മരിച്ചു, അവരുടെ ത്യാഗം ഓർമ്മിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് ട്രംപിൻ്റെ ആരോപണം. ട്രംപ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പലപ്പോഴും നടത്തി രംഗത്ത് വരാറുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല ചൈന അവരുടെ ശക്തി പ്രകടനവും കൂടെ നടത്തി. എന്താണ് തങ്ങളുടെ ശക്തി എന്നുകൂടി ചൈന അങ്ങ് കാണിച്ചു കൊടുത്തതോടുകൂടി ട്രംപ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. ഈ കൂറ്റൻ സൈനിക പരേഡ് ബീജിങ്ങിലാണ് നടന്നത്. ഇത് US-നുള്ള ഷീ ജിൻപിങ്ങിൻ്റെ മുന്നറിയിപ്പെന്നാണ് പലരും പറയുന്നത്. അതായത് ചൈനയുടെ ഉയർച്ചയെ തടയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നാണ് ഷീ ജിൻപിങ് പറയുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയെ കൊണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെതിരായി നേടിയ വിജയത്തിൻ്റെ 80ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ സൈനിക പരേഡാണ്. ആ പരേഡിലാണ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തു ഷീ പ്രഖ്യാപനവും നടത്തിയത്. അതായത് ലോക ജനത ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. യുദ്ധമാണോ സമാധാനമോ ആണോ വേണ്ടത് എന്നാണ് അവർ ലോക ജനത തന്നെ ചോദിക്കുന്നത്. സംവാദമാണോ സംഘർഷമാണോ, പരസ്പരം വിജയിക്കുകയാണോ അതെല്ലാം നഷ്ടപ്പെടുത്തുകയാണോ വേണ്ടത് എന്നിങ്ങനെയുള്ള തിരഞ്ഞെടുപ്പാണ് ലോക ജനതയ്ക്ക് മുന്നിലുള്ളത്. ചൈനീസ് ജനത ചരിത്രത്തിൽ എപ്പോഴും ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നിട്ടുണ്ട്. 50,000 വരുന്ന സൈനികരാണ് ഈ പരേഡിൽ അണിനിരുന്നത്. ഇതിനൊപ്പം ചൈനയുടെ യുദ്ധ ആയുധങ്ങളും പ്രദർശനം നടന്നിരുന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ ചൈനീസ് സൈനിക സാങ്കേതിക വിദ്യയുടെ വമ്പൻ പ്രദർശനമാണ് നടന്നത്. മാത്രമല്ല ഈ പരേഡിൽ അണിനിരുന്ന സൈനികരെ തുറന്ന ലിമോസിൻ കാറിൽ ചുറ്റി വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പരേഡ് വീക്ഷിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, പാക് പ്രധാനമന്ത്രി
ബെലാറസ് പ്രസിഡന്റ്, അങ്ങനെ നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സൈനിക ശക്തിയുടെ കരുത്ത് കാട്ടിയത് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ കവരാനാണ്. അതായത് സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡ് അമേരിക്കയ്ക്ക് അപ്പുറമാണ് ഞങ്ങൾ എന്ന് ചൈന കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ. ബീജിങ്ങിലെ ചരിത്ര പ്രാധാന്യമുള്ള ടിയാങ്ജിൽ 50,000-ലധികം സൈനികർ പൂർണ്ണ യൂണിഫോമിൽ പങ്കെടുക്കുന്ന പരേഡിൽ ചൈന വികസിപ്പിച്ച അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചു. അതായത് ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ അനന്തരാവകാശി എന്ന് കരുതപ്പെടുന്ന മകൻ കിം ജു എയോടൊപ്പം ബെയ്ജിങ്ങിൽ നടന്ന ട്രെയിൻ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ചൈനയിലെ പ്രമുഖ നേതാക്കൾക്കും കൈ കൊടുക്കുമ്പോൾ മകളും തൊട്ടു പിന്നിലുണ്ടായിരുന്നു. 1957 ശേഷം ഉത്തര കൊറിയൻ നേതാവ് ചൈനയുടെ സൈനിക പരേഡിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴാണ്. ഉത്തര കൊറിയയിൽ നിന്ന് സ്വന്തം ട്രെയിനിൽ സായുധ അകമ്പടിയോടെയാണ് കിങ് ചൈനയിലെത്തിയത്. സൈനിക പരേഡിലും സൈനിക ജനറൽമാർ മാത്രം പങ്കെടുക്കുന്ന അത്താഴ വിരുന്നിലും ഈ കിം ജോങ് ഉന്നിൻ്റെ മകളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. തന്ത്രപ്രധാന പരിപാടികളിൽ കിങ് മകളെ ഒപ്പം കൂട്ടിയത് പിൻഗാമിയാക്കാനെന്ന് കരുതുന്നവരുമുണ്ട്. മാത്രമല്ല US-നെതിരെ റഷ്യയും ഉത്തര കൊറിയയുമായി ചേർന്ന് ചൈന ഗൂഢാലോചന നടത്തുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നത് സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡ് ചൈന സംഘടിപ്പിച്ച പിന്നാലെയാണ് ട്രംപിന്റെ ആരോപണം. റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയുമായുള്ള സൗഹൃദം ഉലയുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ സന്ദർശനത്തിനെത്തുകയും ചെയ്തു. ഇതെല്ലാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തെല്ലൊന്നുമല്ല ചലിപ്പിച്ചത്. അതായത് റഷ്യയും ഉത്തര കൊറിയയുമായി ചേർന്ന് US-നെതിരെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഗൂഢാലോചന നടത്തുന്നു എന്നാണ് ട്രംപിൻ്റെ പരാതി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ തനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല, ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് തനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ സൈന്യം അമേരിക്കയുടേതാണ്. അവർ ഒരിക്കലും ഞങ്ങൾക്കെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയികളായ ശക്തികൾ എന്ന് ഷീ ജിൻപിങ് വിശേഷിപ്പിച്ചിരുന്നു. US-നെ കുറിച്ച് ഷീ അതിൽ പരാമർശിച്ചില്ല. അതിൽ തനിക്ക് വിഷമമുണ്ട്. മിസൈലുകൾ, ആധുനിക യുദ്ധവിമാനങ്ങൾ, മറ്റു നൂതന സംവിധാനങ്ങൾ എന്നിവ അണിനിരത്തിയ സൈനിക പരേഡ് ആഗോളതലത്തിൽ ശക്തി പ്രകടിപ്പിക്കാനുള്ള ചൈനയുടെ ഏറ്റവും വലിയ ശ്രമമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പരേഡിലൊന്നും അമേരിക്കയെക്കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രകടനങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ ചൈന പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്നാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് അമേരിക്ക ആശങ്കപ്പെടുന്നുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഉത്തര കൊറിയയും ചൈനയും റഷ്യയും ഇന്ത്യയൊക്കെ ഒന്നിക്കുമ്പോൾ അത് ഏത് തലത്തിലേക്കാണ് അമേരിക്കയെ ബാധിക്കുന്നത് എന്നുള്ളൊരു ഭയം സ്വാഭാവികമായും പുടിനുണ്ടാവും. ആ ഭയം പുടിൻ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം.